ഹലോ, ഞാൻ നിങ്ങളുടെ മായക്കാരൻ. നമ്മളിന്ന് വിഷുവായിട്ട് അമ്പലത്തേക്ക് പോവുകയാണ്. അതും കേരളത്തിൽ തന്നെ ആ ഒരു ക്ഷേത്രം ഒന്നേ ഉള്ളൂ, ശ്രീരാമക്ഷേത്രം. പ്രകൃതി ഭംഗിയുടെ രാജാവ് എന്നറിയപ്പെടുന്ന കൊല്ലങ്കോട്, അവിടേക്കാണ് പോകുന്നത്. ബാക്കി വിശേഷം നമുക്ക് അവിടെ പോയി കാണാം. ഓക്കെ, ഞാനൊരു ടാറ്റ കൊടുക്കണം. ഹായ്. ഇരാവാനെ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പനങ്ങാട്ടിരി ശ്രീ കൂത്താണ്ടമന്നം. ശ്രീ ഇരാവാൻ ക്ഷേത്രമാണ്. അത് കൂത്താണ്ടമന്നം എന്ന പേരിലാണ് ഈ ചുറ്റുപാടും അറിയപ്പെടുന്നത്. മഹാഭാരത യുദ്ധം മുഴുവൻ നേരിൽ കാണാനും അവിടെ നടന്നത് എന്താണെന്നുള്ള സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ആത്മബലി സ്വയം അർപ്പിച്ച ഒരു മഹാനാണ് അദ്ദേഹം. മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പഴയ പ്രകാരം ബലി തർപ്പണം എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതിനായി സാക്ഷാൽ പരമാത്മാവായ കൃഷ്ണ ഭഗവാൻ ഊർധ്വരോമക്കാരായ ഒരാളെ ബലി കൊടുക്കാൻ പറ്റുള്ളൂ. ആ കാലഘട്ടത്തിൽ 3 ഊർധ്വരോമക്കാരെ ഉണ്ടായിരുന്നു. ഒന്ന് ഭഗവാൻ കൃഷ്ണനും, പിന്നെ അർജുനനും, അർജുനന്റെ പുത്രനായ ഇരാവാനും. ഇരാവാൻ അപ്പോ അർജുനൻ പറയും, ഞാൻ തന്നെ എന്നെ ബലി കൊടുക്കാമെന്ന് പറയും. അർജുനനെ ബലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മഹാഭാരത യുദ്ധത്തിന്റെ ഇതില്ലാതാവും. കൃഷ്ണനെയാണ് പറയുന്നത്. കൃഷ്ണനും കൊടുക്കുമ്പോഴും ഈ മഹാഭാരത യുദ്ധത്തിൽ അങ്ങനെയാണ് ഇരാവാൻ എന്നുള്ള ചോയ്സ് വരുന്നത്. ഇരാവാനെ പോയി കാണുന്നുണ്ട്. അദ്ദേഹം സന്തോഷത്തോടെ ബലിക്ക് തർപ്പണത്തിനായി തയ്യാറാവുകയാണ്. ബലി തർപ്പണത്തിന് തയ്യാറാവുന്ന ഭഗവാൻ 2 വരം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്ന്, എൻ്റെ മുമ്പിൽ വന്ന് എന്ത് ചോദിച്ചാലും ആ ചോദിക്കുന്നവർക്ക് ആ വരം കൊടുക്കാനും. രണ്ടാമത്തത്, എന്നെ ഈ രൂപത്തിൽ കെട്ടി എൻ്റെ നാമം സങ്കീർത്തനം ചെയ്യുന്നവർക്കും എല്ലാ ആയുരാരോഗ്യങ്ങളും അവർ ചോദിക്കുന്നവർ കേട്ടവർക്ക് കേട്ടപടി വരം കൊടുക്കാനുള്ള വരം വാങ്ങിയതാണ് ഭഗവാൻ. കഥയിൽ പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് ദിവസം അവിടെ കൊണ്ട് കെട്ടിയിടുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതാണ് ഈ മഹാഭാരത യുദ്ധം. ഈ ബലി തർപ്പണം ചെയ്തപ്പോൾ ഈ മഹാഭാരത യുദ്ധം മുഴുവൻ കാണാനുള്ള ഒരു വരം വേണമെന്ന് ചോദിക്കുന്നുണ്ട് ഭഗവാൻ. ആ മഹാഭാരത യുദ്ധം മുഴുവൻ നീ കണ്ടോളൂ, പക്ഷെ കണ്ടതിന്റെ സത്യം ഒരിക്കലും വിളിച്ച് പറയരുത്. നീ വിളിച്ച് പറയുന്ന നിമിഷത്തിൽ നിന്റെ ജീവൻ പെടും എന്ന് ഭഗവാൻ പരമാത്മാവായ കൃഷ്ണൻ പറയുന്നുണ്ട്. മഹാഭാരത യുദ്ധം 18 ദിവസവും കഴിഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണ പരമാത്മാവ് ഇരാവാനോട് ചോദിക്കുകയാണ്, എന്താണ് നീ മഹാഭാരത യുദ്ധത്തിൽ കണ്ടത് എന്ന്. അതാണ് നമ്മുടെ പ്രസിദ്ധമായ നോട്ടീസിൽ, ഒன்றுமே ഞാൻ കണ്ടതില്ലേ ഊറ്റമുള്ള ഭാരതപ്പോർ, നன்றாயூர் ചക്രം നടந்தറുത്തേൻ യുദ്ധക്കളം, വെன்றாரும் மாண்டாரும் வித்தகரை இல்லை இது ഉണ്ടാനതെല്ലാം ഉൻ മായയിൽ വൈഭവം தான். അതായത് ഒன்றுமே ഞാൻ കണ്ടത്, ഒന്നും ഞാൻ ഈ മഹാഭാരത യുദ്ധത്തിൽ കണ്ടിട്ടില്ല. ഒன்றுமே ഞാൻ കണ്ടതില്ല. ഊറ്റമുള്ള വീരമുള്ള ഒരു ഭാരതപ്പോർ ഞാൻ ഒന്നും ഇവിടെ കണ്ടില്ല. അതിൽ ജയിച്ചവരും തോറ്റവരും ഇല്ല. എല്ലാം ഒരു മായയുടെ ചക്രം നടക്കുന്നതാണ് ഞാൻ ഈ മഹാഭാരത യുദ്ധത്തിൽ കണ്ടത് എന്നുള്ള സത്യം വിളിച്ചു പറയുമ്പോൾ ആ പരമാത്മാവിനോട് ഈ ചൈതന്യം ചേരുകയാണ്. ഇവിടെ ഉത്സവ ഡേറ്റ് എപ്പോഴാണ്? ഉത്സവം ഏപ്രിൽ 19-നാണ്. അതാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി നമ്മൾ ആ ചിന്ന ഭിന്നം ആകുകയാണ്. ആ തല പൊട്ടിത്തെറിക്കുകയാണ്. അതാണ് നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ അതാണ് കാണുന്നത്. ആ സത്യം വിളിച്ച് പറഞ്ഞ് നമ്മൾ അന്ന് ആ ഭാഗം അവിടെ പാരായണം ചെയ്യുന്നുണ്ട്. ഈ സംഭവമൊക്കെയാണ് ഞാൻ പറഞ്ഞ. ഈ സംഭവങ്ങൾ മുഴുവനും അവിടെ വെച്ച് ഭഗവാൻ ചോദിക്കുന്നു. ആ പാരായണം അവിടെ നടക്കും. അതേമാതിരി നമ്മൾ വൃശ്ചികമാസത്തിലെ കാർത്തിക മുതൽ മേടമാസത്തിലെ കാർത്തിക വരെ മഹാഭാരത യുദ്ധത്തിൽ മുഴുവൻ കഥകളും 18 അധ്യായവും നമ്മളിവിടെ പാരായണം നിത്യേന ആ മഹാഭാരത പാരായണം ഇവിടെ നടക്കുന്നതാണ്. അവസാനം ഈ ഞാൻ പറഞ്ഞ മാതിരി ഉള്ളത് സംഭവമാണ്. നമ്മൾ ആ തല പൊട്ടിത്തെറിക്കുകയാണ് അവിടെ പൊട്ടിത്തെറിക്കുന്നത്. വേലയ്ക്ക് എല്ലാവരും സന്നിഹിതരായി ആ വേലയിൽ പങ്കുകൊള്ളണമെന്ന് വേല കമ്മിറ്റിയുടെയും ഈ ദേശത്തിന്റെയും പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.